പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRBക്കകത്തിലെ NTPC എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2020 ഡിസംബർ 23 നടന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്തിലെ ആദ്യത്തെ 50 ക്വസ്റ്റ്യനകത്തിൽ വന്നിട്ടുള്ള കണക്കും മെൻ്റൽ എബിലിറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പാർട്ട് 2 ആയിട്ട് ബാക്കി 50 ക്വസ്റ്റ്യനകത്തിലുള്ള മെൻ്റൽ എബിലിറ്റിയും മാത്സും കൂടെ നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1നകത്ത് ആദ്യത്തെ 50 ക്വസ്റ്റ്യനകത്തിൽ നിന്നുള്ള മാത്സും മെൻ്റൽ എബിലിറ്റിയും അരിത്തമെറ്റിക്കും മെൻ്റൽ എബിലിറ്റിയുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ HCF ഓഫ് 21, 84 ആൻഡ് 49? 21, 84, 49 എന്നീ നമ്പേഴ്സിൻ്റെ HCF കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. HCF കാണുമോ? 21, 84, 49. എന്താണ് HCF എന്നുള്ളതും LCM എന്നുള്ളതും നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇതേ നോക്കി 21, 84, 49 HCF ആണ് നമുക്ക് കാണാൻ തരുന്നതെങ്കിൽ, കാണാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 നമ്പറിനെയും പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 3 നമ്പറിനെ നിങ്ങൾക്ക് ഏത് നമ്പർ കൊണ്ട് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ HCF കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കിയേ, 21നെ നമുക്ക് 21, 84, 49 ഈ 3 നമ്പറിനെ പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 7 എന്ന് പറയുന്ന നമ്പറാണ്. ഇനി ഇതൊക്കെ എങ്ങനെ കാണാം? പെട്ടെന്ന് നമുക്ക് ഈ 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 84നെ 7 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും, 49നെ 7 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ നമ്പറും എടുത്തിട്ട് വേഗം എങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും, ഈ നമ്പറിനെ ഇന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ചെയ്തതാണ്. ഇവിടെ നോക്കാം, 21 ഡിവൈഡ് ബൈ 7 നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. 84 ഡിവൈഡ് ബൈ 7 നമുക്ക് ആൻസർ 12 എന്ന് കിട്ടും. 49 ഡിവൈഡ് ബൈ 7 ആൻസർ 7 എന്ന് കിട്ടും. ഇനി നോക്കിയേ, 3, 12, 17 ഈ 3 നമ്പറിനെയും ഏതെങ്കിലും പൊതുവായ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? നോക്കിയേ, 3നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 7നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 3 നമ്പറിനെ നമുക്ക് പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആകെ നമുക്ക് 7 കൊണ്ട് മാത്രമേ ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ 3 നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത് 7 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ HCF ചോദിച്ചാൽ തന്നിട്ടുള്ള നമ്പേഴ്സിനെ പൊതുവായിട്ട് ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത് മാത്രമായിരിക്കും HCF എന്ന് പറയുന്നത്. LCM ആണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ താഴേക്ക് പോകാം. LCM ആണ് ചോദിക്കുന്നതെങ്കിൽ വീണ്ടും താഴേക്ക് ചെയ്ത് പോവാം. ഇത് ഉദാഹരണം പറയാം, LCM ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 1, ഇവിടെ 4, ഇവിടെ 7. ഓക്കെ, വീണ്ടും നമുക്ക് താഴോട്ട് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും നമ്മൾ, 1, 7. ഇനി ഇത് ഇത്രയും നമ്പരും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഗുണിക്കും അല്ലേ? ഇതാണ് LCM എന്ന് പറയുന്നത്. പക്ഷേ HCF എന്ന് പറയുന്നത് പൊതുവായിട്ട് ഏതൊക്കെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അവിടം വരെ നമ്മൾ ചെയ്യത്തുള്ളൂ. പൊതുവായിട്ട് എത്ര നമ്പറാണോ തന്നിട്ടുള്ള അത്രയും നമ്പറിനെ പൊതുവായ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അതുവരെ ഉള്ളതാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ HCF എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, എ സീരീസ് ഈസ് ഗിവൺ ഇൻ വിച്ച് വൺ റോങ് ടേം ഈസ് ദെയർ, ചൂസ് ദ റോങ് ടേം. ഓക്കെ, ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. എന്താ ആ സീരീസിനകത്ത് തെറ്റായിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഒരു ടേം ഇതിനകത്ത് തെറ്റാണ്. ആ തെറ്റായിട്ടുള്ള ടേമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ABC, DEF, GHI, JKL, MNO അങ്ങനെയാണ് വരേണ്ടത് അല്ലേ? MNO അടുത്ത ടേം വരേണ്ടത് MNO. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, MON എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് ചോദിച്ചാൽ MON എന്നും പറഞ്ഞ് തന്നേക്കുന്നതാണ് തെറ്റായിട്ടുള്ള ടേം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് x/5 ഈക്വൽ ടു y/6 ഈക്വൽ ടു z/11 then find the value of x plus y plus z divided by z. എന്താ ക്വസ്റ്റ്യൻ? നോക്കിയേ, x/5 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? y/6 ഈക്വലാണ്. അതെന്തിന് ഈക്വലാണ്? z/11 ഈക്വലാണ്. അങ്ങനാണെങ്കിൽ z/11 ഈക്വലാണ്. അങ്ങനാണെങ്കിൽ നിങ്ങൾ നോക്കുക, x പ്ലസ് y പ്ലസ് z ഡിവൈഡ് ബൈ z എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. നോക്കി, ഈ തന്നിരിക്കുന്ന 3 ഫ്രാക്ഷൻ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ k എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണെന്ന് പറയും. k എന്ന് പറയുന്ന ഒരു നമ്പറിനോട്, അല്ലെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ k എന്ന് വെച്ചാൽ x/5 ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും അല്ലേ? x/5 കിട്ടുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിനെ ഞാൻ k എന്ന് എടുക്കുന്നു.
അങ്ങനെയാണെങ്കിൽ y/6 ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? k എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ z/11 എന്ന് പറയുന്നതും എനിക്ക് എന്ത് കിട്ടും? k എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം എന്താ? x/5 y/6 z/11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് 3 ഫ്രാക്ഷനും ചെയ്യുമ്പോൾ നമുക്ക് പൊതുവായിട്ടൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ആ നമ്പറിന് ഞാൻ k എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയേ. ദേ രണ്ട് ഫ്രാക്ഷൻ നമ്മൾ ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ദേ കെയുടെ അടിയിൽ എപ്പോഴും 1 ഉണ്ട് അല്ലേ? ഏതൊരു നമ്പറിൻ്റെ താഴെയും ഡിനോമിനേറ്റർ ആയിട്ട് 1 ഹൈഡായി കിടപ്പുണ്ട്. അതുകൊണ്ട് ഇത് 2 ഫ്രാക്ഷൻ ആണെന്ന് പറയാൻ 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? a/b = c/d എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? AD = BC. AD = BC. നിങ്ങൾക്ക് ഫ്രാക്ഷനുമായിട്ട് സംബന്ധിച്ച് ബന്ധപ്പെട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ ഇതേപോലെ ഈക്വൽ ഇട്ട് തന്നാലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നല്ല വൃത്തിയായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി AD = BC എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു x × 1 = x = 5 × k 5k. അപ്പോൾ ഞാൻ എക്സിനെ 5k എന്ന് എഴുതുന്നു. x = 5k. ഒന്നാമത്തേൽ നിന്ന് ഞാൻ x കണ്ടുപിടിച്ചു. x = 5k. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ. y/6 = k. കെയുടെ താഴെ എന്തുണ്ട്? ഡിനോമിനേറ്ററായിട്ട് 1 കിടപ്പുണ്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ y × 1 y = 6k. കണ്ടോ? y = 6k എന്ന് കിട്ടി. അടുത്ത് ഇതേപോലെ ഇസഡിൻ്റെ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇസഡിനെയും ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ z = 11k എന്ന് കിട്ടി. z = 11k. അപ്പോൾ നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും വാല്യൂ കിട്ടി. ഇത് നേരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനകത്തോട്ട് കൊണ്ടിട്ട് കൊടുത്ത് വെക്കുക. x + y + z/z ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? x നോക്കിയേ 5k. x എന്ന് പറയുന്നത് 5k പ്ലസ് y എന്ന് പറയുന്നത് 6k പ്ലസ് z എന്ന് പറയുന്നത് 11k ഡിവൈഡഡ് ബൈ 11k അല്ലേ? ഓക്കെ, 5 + 6 11 11 + 11 എത്ര കിട്ടും? സോറി, ഇവിടെ z അല്ല, ഇവിടെ k. ഓക്കെ, 11 + 11k നമുക്ക് എത്ര കിട്ടും? 22k എന്ന് കിട്ടും. 22k ഡിവൈഡഡ് ബൈ 11k സോറി ഇവിടെ k. ഓക്കെ, 11k. കെയും കെയും എന്ത് ചെയ്യുന്നു? ക്യാൻസലായി പോകുന്നു. 22 ഡിവൈഡ് ബൈ 11 നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 22 ഡിവൈഡ് ബൈ 11 ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നോക്കിയേ. B4 D16 F36. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള അടുത്ത ടേം ഏതാണ്? ഓക്കെ, B4 എന്ന് എഴുതിയിട്ടുണ്ട്, D16 എന്ന് കൊടുത്തേപ്പുണ്ട്, F36 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? BDF. ഓക്കെ, ബി കഴിഞ്ഞിട്ട് സി ഉണ്ടായിരുന്നു അല്ലേ? ബി കഴിഞ്ഞ് സി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സി എ എടുക്കാതെ തൊട്ടടുത്ത ലെറ്ററായ ആരെ എടുത്തു? ഡി എ എടുത്തു. ഓക്കെ, ഡി എടുത്തു. അത് കഴിഞ്ഞ് ഡി കഴിഞ്ഞ് ഇ ഉണ്ടായിരുന്നു. ആ ഇ എ ഒഴിവാക്കിയിട്ട് നമുക്ക് അടുത്ത ലെറ്ററായ എഫ് എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ടേമിനകത്തിലെ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടേമിനകത്തിലെ ലെറ്റർ ഏതായിരിക്കും? ഡി. എഫ് കഴിഞ്ഞ് ജിയെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആരെ എടുക്കും? എച്ചിനെ എടുക്കും അല്ലേ? ഓക്കെ, ബി ആദ്യമേ ഈ തന്നേക്കുന്ന ടേമിനകത്തിൽ ലെറ്ററാണ് കിടക്കുന്നത്. ആ ലെറ്ററിൻ്റെ പ്രത്യേകത നോക്കിയേ. ബി കഴിഞ്ഞ് സി ആണ്. സി ഒഴിവാക്കിയിട്ട് നമ്മൾ ഡി എടുത്തു. അടുത്ത ഡി കഴിഞ്ഞ് ഇ ആണ്. ആ ഇ ഒഴിവാക്കി നമ്മൾ എഫ് എടുത്തു. എഫ് കഴിഞ്ഞ് ജി ആണ്. ജിയെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെടുത്തു? എച്ച് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ലെറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ എച്ച് കിട്ടി. അപ്പോൾ എച്ച് ആണെന്ന് മനസ്സിലായി. അപ്പം ആദ്യത്തെ രണ്ട് ഓപ്ഷൻ തന്നേക്കുന്നതിനകത്ത് നിന്ന് രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നോക്കി, ഇനി എച്ച് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് H49ഉം H64ഉം ഓപ്ഷനിൽ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ABCD ഒന്ന് എഴുതി നോക്കിയേ. ABC. എ എന്ന് പറയുന്ന ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന ആളാണ്. ബി രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന ആളാണ്. സി 3 4 5 6 7 8 അല്ലേ? ഇനി നോക്കിയേ, ബി എന്ന് പറയുന്ന രണ്ടാം സ്ഥാനത്ത് കിടക്കുക അല്ലേ? പക്ഷേ ബിയുടെ കൂടെ കിടക്കുന്ന നമ്പർ ഏതാ? 4 എന്നുള്ളതാണ്. അതായത് 2ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കിയേ. 2ൻ്റെ സ്ക്വയർ 4 എന്ന് നമുക്ക് കിട്ടും അല്ലേ? കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡി നോക്കിയേ. ഡി എന്ന് പറയുന്ന 4ാം സ്ഥാനത്ത് കിടക്കുന്ന ആളാണ്. പക്ഷേ നമുക്ക് കൂടെ വന്നേക്കുന്ന 16 എന്ന് വെച്ചാൽ 4ൻ്റെ സ്ക്വയർ ആയിരിക്കും 16 അല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന 6ാം സ്ഥാനത്ത് കിടക്കുന്ന, അപ്പോൾ 6ൻ്റെ സ്ക്വയർ ആണ് 36. കണ്ടോ? അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്ന 8ാം സ്ഥാനത്ത് കിടക്കുക. 8ൻ്റെ സ്ക്വയർ എത്ര വരും? 64 വരും. അപ്പോൾ എച്ചിൻ്റെ കൂടെ ഏത് നമ്പർ വരും? 64 എന്ന് പറയുന്ന നമ്പർ വരും. ഓക്കെ ആണോ? ഓപ്ഷൻ 3. മനസ്സിലായോ? ഓക്കെ ആണോ? സിമ്പിളാണോ? അടുത്ത് നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. X% ഓഫ് 50 = 40. എന്താ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 50ൻ്റെ X% എന്ന് പറയുന്നത് 40 ആണെങ്കിൽ, 50ൻ്റെ X% എന്ന് പറയുന്നത് 40 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? 50ൻ്റെ
50ൻ്റെ എക്സ് ശതമാനം അല്ലെ 80ൻ്റെ എക്സ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് 40 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതിനെ ഇങ്ങനെ എഴുതാം നമുക്ക് 50 ഇൻറ്റു എക്സ് ശതമാനം ഈക്വൽ ടു 40 എന്ന് വെച്ചാൽ 50ൻ്റെ എക്സ് ശതമാനം എത്രയാണ് 40 അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ 50 ഇൻറ്റു എക്സ് ശതമാനത്തെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം. അതാണ് എക്സ് ശതമാനം എന്ന് പറയുന്നത് അല്ലേ. 100 എക്സ് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി ഈക്വൽ ടു 40. ഇനി എന്ത് ചെയ്യാം നമുക്കത് 0 ക്യാൻസൽ ചെയ്ത് കളയാം. 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു 10ഉം 5ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. എത്ര കിട്ടും നമുക്കിവിടെ 2 എന്ന് കിട്ടും അല്ലേ. 5 ഡിവൈഡ് ബൈ 5 1 എന്ന് കിട്ടും. ഇവിടെ 1 കിട്ടും. 10 ഡിവൈഡ് ബൈ 5 ഇവിടെ എത്ര കിട്ടും 2 എന്ന് കിട്ടും. അന്നേരം എക്സ് ബൈ 2 ഈക്വൽ ടു 40 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇവിടെ 2 ഡിവൈഡ് ചെയ്തേക്കോ. ഈ ഡിവൈഡ് ചെയ്തേക്കുന്ന 2നെ ഞാൻ എന്ത് ചെയ്തു ഈക്വൽ ടുവിൻ്റെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവിഷൻ നടന്നെങ്കിൽ ഇതിനെ ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും അത് മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. നമുക്കറിയാം അത് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആവും. അങ്ങനെയാണെങ്കിൽ 40 ഇൻറ്റു 2 നമുക്ക് ആൻസർ കിട്ടും 80 എന്ന് കിട്ടും. 80 ഓപ്ഷൻ 4. മനസ്സിലായോ പറഞ്ഞത്. അപ്പോൾ 50ൻ്റെ ഇവിടെ 50ൻ്റെ എക്സ് ശതമാനം ഇനി ഇവിടെ ഗുണനമാണോ ഹരണമാണോ ഇടേണ്ടതെന്ന് അറിയാമെങ്കിൽ ദേ ഇവിടെ ഓഫ് എന്ന് ഇട്ടിട്ടുണ്ട്. ഓഫ് എന്ന് വരച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇൻറ്റു ചെയ്യുക എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പഠിച്ചു വെച്ചേക്കാം. 50 ഇൻറ്റു എക്സ് ശതമാനം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റാം സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് 25% ലോസ് ഇഫ് ദ എസ് പി എന്ന് പറയുന്നത് എന്താ സെല്ലിംഗ് പ്രൈസ്. എസ് പി എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് വിറ്റു അതാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ഈസ് 52,500. ദെൻ ഫൈൻഡ് സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില കേട്ടോ. അത് രണ്ടും പഠിച്ചു. എസ് പി എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സി പി എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റാം ഒരു സാധനം വിറ്റു എത്ര ശതമാനം നഷ്ടത്തിൽ 25% നഷ്ടത്തിലാണ് വിറ്റത്. എത്ര രൂപയ്ക്കാണ് വിറ്റത് 52,500 രൂപയ്ക്കാണ് വിറ്റത്. മനസ്സിലായോ. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില അല്ലെങ്കിൽ മുടക്കിയ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതാണ് വസ്തുവിൻ്റെ യഥാർത്ഥ വില. ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്താണ് എക്സ് എന്ന് പറയുന്നതാണ്. ഈ എക്സിൻ്റെ 25% നഷ്ടത്തിലാണ് നമ്മൾ ആ സാധനം വിറ്റത് അല്ലേ. അപ്പോൾ ആ വിറ്റ കാശെന്ന് പറയുന്ന 52,500 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. നമുക്ക് പറയാം എക്സിൻ്റെ 25% നഷ്ടത്തിലാണ് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 25% നഷ്ടത്തിലാണ് എക്സ് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം 100-ൽ നിന്നും കുറയ്ക്കണം. 100-ൽ നിന്നും 25 കുറച്ച് കഴിഞ്ഞാൽ 75 അല്ലേ. എന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ എന്ന് വെച്ചാൽ വാങ്ങിയ വിലയുടെ യഥാർത്ഥ ആ വസ്തുവിൻ്റെ വിലയുടെ 75% വിറ്റേക്കുന്നത്. വാങ്ങിയ വിലയുടെ 75% നമ്മൾ വിറ്റേക്കുന്നത്. ആ ശതമാനത്തിന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റേറ്റ് എന്ന് പറയുന്നത് വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ് 52,500 ആണ്. മനസ്സിലായ പറഞ്ഞത് എക്സിൻ്റെ വാങ്ങിയ വിലയുടെ 25% നഷ്ടത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞു അല്ലേ. അതായത് 75% റേറ്റിനാണ് വിറ്റേക്കുന്നത്. വാങ്ങിയ വിലയുടെ 75% ആ വിറ്റ വില എന്ന് പറയുന്നത്. മനസ്സിലായോ. ഓക്കെ. അന്നേരം എന്ത് ചെയ്യണം നമ്മൾ എക്സ് ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 52,500. നമുക്ക് എക്സ് ആണ് വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 52,500 ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100. നേരെ നമ്മൾ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും അത് നേരെ തിരിഞ്ഞു വരും. 100 ഡിവൈഡ് ബൈ 75 എന്ന് പറയും. 100 ഡിവൈഡ് ബൈ 75. ഓക്കെ ആണോ. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ. 75 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 525 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇതും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 7 എന്ന് കിട്ടും. ഓക്കെ. ഈ 2 0 കൂടെ ഇട്ട് കൊടുക്കുന്നു 700 ഇൻറ്റു 100 നമുക്ക് 70,000 എന്ന് കിട്ടും. 70,000. മനസ്സിലായോ കിട്ടിയത്. മനസ്സിലായോ പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത് നമ്മൾ ആ വസ്തു വിറ്റത് 25% നഷ്ടത്തിനാണ്. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100-ൽ നിന്നും ആ നഷ്ടശതമാനം കുറയ്ക്കണം. നഷ്ടശതമാനം കുറച്ച് കഴിഞ്ഞാൽ 75% എന്ന് കിട്ടും. അതായത് വസ്തുവിൻ്റെ വിലയുടെ 75% വിറ്റ വില. വസ്തുവിൻ്റെ വിലയുടെ 75% വിറ്റ വില. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം. വസ്തുവിൻ്റെ വിലയെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ 75% വിറ്റ വിലയായ 52,500. ഓക്കെ. അതിൽ നിന്നും നമ്മൾ വാങ്ങിയ വില കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വില കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ. പറഞ്ഞ് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദേ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഹാസ് ദ സെയിം റിലേഷൻ ടു ദി തേർഡ് വേർഡ് ആസ് ദ സെക്കൻഡ് വേർഡ് ടു ദി ഫസ്റ്റ് വേർഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ടെമ്പറേച്ചർ ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കിയിട്ട് ഹ്യൂമിഡിറ്റിയുടെ കൂടെ വരേണ്ട വേർഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ.
മനസ്സിലായോ? ഹീറ്റ്, ടെമ്പറേച്ചർ. എപ്പോഴാണ് നമുക്ക് ഹീറ്റ് ഉണ്ടാവുക, ചൂടുണ്ടാകുന്ന എപ്പോഴാണ്? ടെമ്പറേച്ചർ വരുമ്പോൾ അല്ലേ? താപം കൂടുമ്പോഴാണ് നമുക്ക് ഹീറ്റ് ഉണ്ടാകുന്നത് അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നത് റെയിൻ ഉള്ളപ്പോൾ. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിൽ തങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവ് അല്ലേ? അത് കൂടുന്നതനുസരിച്ച് ഹ്യൂമിഡിറ്റി കൂടും അല്ലേ? അത് കൂടുക മീൻസ് ഹ്യൂമിഡിറ്റി കൂടും. എപ്പോഴാണ് ഹ്യൂമിഡിറ്റി കൂടുന്നത്? അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവ് ഏത് സമയമായിരിക്കും കൂടി നിൽക്കുന്നത്? നമുക്ക് തണുപ്പ് വരുന്ന സമയം. എപ്പോഴാണ്? റെയിൻ അല്ലേ? മഴ പെയ്യുന്ന സമയത്ത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ LCM ഓഫ് 2 co-prime numbers ഈസ് 119. ഫൈൻഡ് ദെയർ HCF. ഒന്നും നോക്കാനില്ല, വേറെ ഒന്നും നോക്കാനില്ല. അത് ഇങ്ങോട്ട് നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് കോ പ്രൈം നമ്പേഴ്സിൻ്റെ LCM എന്ന് പറയുന്നത് 119 ആണല്ലേ? എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കോ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ HCF എന്തായിരിക്കും? 1 ആയിട്ട് വരും. HCF 1 ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരെ പൊതുവായിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം പറയാമെങ്കിൽ 2 3 അല്ലേ? 2 3, 3 5, 3 5, 3 11. ഇതിനെയൊന്നും നമുക്ക് പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ്, എന്ന് വെച്ചാൽ HCF 1 ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ കോ പ്രൈം നമ്പേഴ്സിൻ്റെ HCF ചോദിക്കുന്നോ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. ആൻസർ 1 ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കിയേ. 3 ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ആർ സം ഹൗ സിമിലർ ആൻഡ് ഫോംസ് എ ഗ്രൂപ്പ്. സെലക്ട് ദ ഓപ്ഷൻ വിച്ച് ഡസ് നോട്ട് ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. ഇവിടെ നോക്കിയേ, ഇത് ഈ 4 നമ്പർ തന്നിട്ടുണ്ട് അല്ലേ? ഓപ്ഷനകത്ത് ഈ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തിലെ 3 ഓപ്ഷൻ ഒരു ഗ്രൂപ്പാണ്. 3 ഓപ്ഷന് ഒരു ഗ്രൂപ്പാണ്. അതായത് ഈ 3 ഓപ്ഷനും പൊതുവായിട്ടൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ 4ാമത്തെ ആൾ ആ ഗ്രൂപ്പിലുള്ള ആളല്ല. ആ 4ാമത്തെ ആളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ 3 പേർക്ക് പൊതുവായ ഒരു സവിശേഷതയുണ്ട്, 4ാമത്തെ ആൾക്ക് ആ സവിശേഷതയില്ല. ആ ആളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം എന്താ സവിശേഷതയെന്ന്. നോക്കി, 73 23 എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നമുക്ക് അതിൻ്റെ ഡിജിറ്റ് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. 7 + 3 + 2 + 3 എത്ര കിട്ടും? 15 എന്ന് കിട്ടി അല്ലേ? 15 എന്ന് കിട്ടി. വെറുതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം, എന്നാലും നമുക്ക് അതിൻ്റെ പ്രത്യേകത കിട്ടത്തുള്ളൂ. ഇതേ നോക്കിയാൽ 56 31 അതിൻ്റെ ഡിജിറ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ 5 + 6 11, 11 + 3 14, 1 15. അവിടെയും നമുക്ക് 15 എന്ന് കിട്ടി. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ പ്രത്യേകത. ഇതേ നോക്കിയേ, 4 + 3 + 3 + 5 അല്ലേ? എത്ര കിട്ടും? 4 + 3 7, 7 + 3 10, 10 + 5 15. അടുത്ത് നോക്കിയേ, 9 + 2 11 + 3 14 + 5 19. കണ്ടോ? അപ്പോൾ ഏതായിരിക്കും ഇതിനകത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്? ഇതായിരിക്കും അല്ലേ? 4ാമത്തെ ഓപ്ഷൻ 4 ആയിരിക്കും ഒറ്റപ്പെട്ട് കിടക്കുന്നത്. കാരണം എന്താ? ബാക്കി എല്ലാത്തിൻ്റെയും ഡിജിറ്റിൻ്റെ സം എന്ന് പറയുന്നത് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് A + B = 5, AB = -50 ആണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് A - B. അങ്ങനെയാണെങ്കിൽ A - Bയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് A - B അല്ലേ കണ്ടുപിടിക്കേണ്ടത്? A - B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു ഇക്വേഷൻ പറയാം. A - B the whole square. A - B the whole square. എന്താ ഇതിൻ്റെ എക്സ്പാൻഷൻ? A - B the whole square = A square - 2AB plus B square. 2AB plus B square അല്ലേ? ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഇക്വേഷൻ. A - B the whole square = A square - 2AB plus B square അല്ലേ? ഇനി വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. A - B the whole square = A + B the whole square, A + B the whole square - 4AB. A + B the whole square - 4AB. A - B the whole square = A + B the whole square - 4AB. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. A - B the whole square = A + B the whole square - 4AB. നോക്കി, ഇതിനകത്തിലേക്ക് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്നിട്ട് നോക്കി. A + B എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 5. അതായത് 5ൻ്റെ സ്ക്വയർ -4 × AB എന്നിട്ടുണ്ട് -50. 4 × -50. ഓക്കെ, 5ൻ്റെ സ്ക്വയർ എത്ര? 5ൻ്റെ സ്ക്വയർ 25 അല്ലേ? -4 × -50 -× രണ്ട് മൈനസ് നമ്പേഴ്സിനെ തമ്മിൽ ഗുണിക്കാൻ തരുമ്പോൾ എന്ത് ചെയ്യും? -× പ്ലസ് ആയി പോവും അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്കുക. -× പ്ലസ് ആവും. ++, നമുക്ക് രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2 × 5 നമ്മൾ എത്ര എന്ന് എഴുതും? 10 എന്ന് എഴുതും. ഇവിടെ നമ്മൾ
ഇതിൻ്റെ സൈൻ വല്ലതും നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇത് കൊച്ചിലെ നമ്മൾ പഠിക്കുന്നത് 2 × 5 10 ആണ്. നോക്കിയേ 2ൻ്റെ സൈൻ എന്താണ് നോക്കിയേ പ്ലസ്, 5ൻ്റെ സൈൻ എന്തായിരിക്കും പ്ലസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പറയാം പ്ലസ് ഇൻറ്റു പ്ലസ് എന്ത് കിട്ടും? എപ്പോഴും നമുക്ക് പ്ലസ് ആയ ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 10 എന്ന് പറയുന്ന ഒരു പ്ലസ് നമ്പറാണ് അല്ലേ. ഇനി പഠിച്ചു നോക്കുക മൈനസ് ഇൻറ്റു പ്ലസ് അതായത് ഓപ്പോസിറ്റ് സൈൻ തമ്മിൽ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. പ്ലസ് ഇൻറ്റു മൈനസ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പോൾ ഒരേപോലുള്ള ചിഹ്നങ്ങളാണ് ഗുണിക്കാൻ തരുന്നതെങ്കിൽ എന്താവും? അത് പ്ലസ് ആകും. വ്യത്യസ്ത ചിഹ്നങ്ങളാണ് തരുന്നതെങ്കിൽ എന്താവും? അത് മൈനസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ -4 × -15 എന്താവും? മൈനസും കൂടെ പ്ലസ് ആവും. 4 × 50 200 എന്ന് കിട്ടും അല്ലേ. 200 + 25 225 എന്ന് കിട്ടി. അപ്പോൾ a - b the whole square = 225 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? a - b ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നോക്കിയേ a - b the whole square ആണ് 225. ഈ സ്ക്വയർ എന്ത് ചെയ്യും? നമുക്ക് ഈക്വൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ടാവും 225. റൂട്ട് 225 എത്ര കിട്ടും നമുക്ക്? 15 എന്ന് കിട്ടുമല്ലേ. റൂട്ട് 225 15 എന്ന് കിട്ടും. വെറും 15 അല്ല, +or-15 എന്ന് വെച്ചാൽ +15ൻ്റെ സ്ക്വയറും 225 ആണ്, -15ൻ്റെ സ്ക്വയറും 225 ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യന് +15 മാത്രമാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 3 നമ്മൾ സെലക്ട് ചെയ്യുന്നു, 15. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത്? a - b the whole square = a + b the whole square - 4ab എന്നുള്ള ഇക്വേഷനാണ്. അതിനകത്തിലേക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. സിമ്പിളായിരുന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ആൻ എക്സാമിനേഷൻ എ സ്റ്റുഡൻസ് ഗെറ്റ് 30% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 8 mark. In the same exam another students get 40% mark and thus he scored 56 marks more than the passing mark. Then find what could be the maximum mark of a student can get in that exam. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എക്സാമിന് ഒരു കുട്ടി 30 മാർക്ക് മേടിച്ചു, 30% മാർക്ക് മേടിച്ചു. ഒരു എക്സാമിന് ഒരു കുട്ടി 30% മാർക്ക് മേടിച്ചു. പക്ഷേ ആ കുട്ടി 8 മാർക്കിന് തോറ്റുപോയി. 8 മാർക്കിന് എന്ത് ചെയ്തു? തോറ്റുപോയി. നമുക്കറിയാം ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ഒരു മാർക്ക് ഇങ്ങനെ വെച്ചേക്കും അല്ലേ, ഒരു പരിധി വെച്ചേക്കും. അതിനപ്പുറം കടന്നാലേ വിജയിക്കത്തുള്ളൂ. ഉദാഹരണം 100 മാർക്കാണെന്ന് വിചാരിച്ചു. 100 മാർക്കിനാണ് പരീക്ഷ വെക്കുന്നതെങ്കിൽ 40 മാർക്ക് വെക്കും അല്ലേ. 40 മാർക്കിന് മേളുള്ളവർക്ക് മുകളിൽ കിട്ടുന്നവർ ജയിക്കും, 40 മാർക്കിന് താഴെ കിട്ടുന്നവർ തോറ്റുപോകും അല്ലേ. അപ്പോൾ ഈ 40 എന്ന് പറയുന്നതാണ് ബൗണ്ടറി ആയിട്ട് നമ്മൾ വെക്കുന്നത്. അതേപോലെ ഈ ഇവിടെ പരീക്ഷയ്ക്ക് ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയിലേക്ക് എത്താൻ 30% മാർക്ക് മേടിച്ചു. ടോട്ടൽ മാർക്കിൻ്റെ 30% നമ്മൾ എഴുതി മേടിച്ചു. പക്ഷേ 8 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു 8 കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഈ ബോർഡർ എത്തിയേനെ അല്ലേ. ആ പരീക്ഷയ്ക്ക് ജയിക്കേണ്ട മാർക്ക് എത്തിയേനെ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ 8 മാർക്കിന് തോറ്റുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ആ ബോർഡർ എത്തിയേനെ. ഇനി എന്താ പറയുക? ഇൻ ദ സെയിം എക്സാം, ഇതേ എക്സാമിന് വേറൊരു കുട്ടി എന്ത് ചെയ്തു? 40% മാർക്ക് മേടിച്ചു. 40% മാർക്ക് മേടിച്ചു. പക്ഷേ ഈ 40% മാർക്ക് മേടിച്ചപ്പോൾ ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ ജയിക്കാനുള്ള ബോർഡർ, അതിനേക്കാൾ 56 മാർക്ക് കൂടുതലാണ്. ഈ 40% മാർക്ക് എന്ന് പറയുന്നത് ഈ ജയിക്കാനുള്ള മാർക്കിനേക്കാൾ 56 മാർക്ക് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡർ ജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 40% എന്ന് മാർക്ക് കിട്ടിയാൽ അത് 56 കൂടുതലാണ്. ഈ ബോർഡറിനേക്കാൾ 56 കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ 40%-ൽ നിന്ന് നമ്മൾ ഈ 56 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ എവിടെ എത്തും? നമ്മൾ ഈ ബോർഡർ എത്ര ആണോ അതിലെത്തും. മനസ്സിലായോ പറഞ്ഞേക്കുന്നത്? ഇത് നോക്കിയാൽ 30%-ഓട് 8 കൂട്ടിയാൽ നമ്മൾ ആ ബോർഡറിലെത്തും. അതേപോലെ 40% കിട്ടിയ ആൾക്ക് 56 മാർക്ക് കൂടുതലാണെന്ന് പറഞ്ഞാൽ 40%-ൽ നിന്ന് 56 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ഈ ബോർഡറിലെത്തും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇത് പറയാമല്ലോ, മാർക്കിൻ്റെ യഥാർത്ഥ മാർക്കിൻ്റെ എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദെൻ ദ പാസിംഗ് മാർക്ക്, ദെൻ ഫൈൻഡ് വാട്ട് കുഡ് ബി ദ മാക്സിമം മാർക്ക്. ഒരു കുട്ടിക്ക് മാക്സിമം മേടിക്കാൻ പറ്റുന്ന മാർക്ക് ഏതാണെന്ന്. മാക്സിമം മേടിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഫുൾ മാർക്കാണ് അല്ലേ. ആ ഫുൾ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു നോക്കിയേ, ആ ഫുൾ മാർക്കിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ 30% എക്സിൻ്റെ 30%തോട് 8 കൂട്ടിയാൽ എനിക്ക് ആ പാസിംഗ് മാർക്ക് കിട്ടും അല്ലേ. എക്സിൻ്റെ 30%തോട് 8 കൂട്ടിയാൽ എനിക്ക് പാസിംഗ് മാർക്ക് കിട്ടും. അതേപോലെ ഇവിടെ നിന്ന് പറഞ്ഞു നോക്കിയേ, ഈ ടോട്ടൽ എക്സ് മാർക്കിൻ്റെ 40% എന്ന് പറയുന്നത് ഈ ബോർഡർ പോയിൻ്റ് അല്ലെങ്കിൽ പാസിംഗ് മാർക്കിനേക്കാൾ 56 കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്നും 56 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ വരും? പാസിംഗ് മാർക്കിലെത്തും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പാസിംഗ് മാർക്ക് എന്ന് വിചാരിക്കുക. നമ്മൾ പറയാം 40% കിട്ടി. ഈ 40% എന്ന് പറയുന്നത് ഈ പാസിംഗ് മാർക്കിനേക്കാൾ
56 കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40% നിന്നും 56 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ വരും? പാസിംഗ് മാർക്ക് വരും. അപ്പോൾ ഇത് രണ്ടും പാസിംഗ് മാർക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഈക്വൽ ഇട്ട് എഴുതി. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് രണ്ടും പാസിംഗ് മാർക്ക് ആയതുകൊണ്ട് നമ്മളതിനെ ഈക്വൽ ഇട്ട് എഴുതി. ഇനി എക്സിൻ്റെ 30% എങ്ങനെ കാണുന്നത്? എക്സ് ഇൻറ്റു 30/100 ഈക്വൽ പ്ലസ് 8 ഈക്വൽ ടു ഇവിടെ എക്സ് ഇൻറ്റു 40/100 മൈനസ് 56. ഓക്കെ ആണോ? ഇനി നോക്കിയേ, എക്സ് ഇൻറ്റു 30 നമുക്ക് 30x എന്ന് കിട്ടാം. 30x/100 പ്ലസ് 8 ഈക്വൽ ടു 40x/100 മൈനസ് 56. ഓക്കെ ആണോ? ബാക്കി ഇനി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ? ഇതൊരു 2 ഫ്രാക്ഷനാണല്ലേ. ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? ഫ്രാക്ഷനകത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് 30x പ്ലസ് 800 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഇവിടെ 40x മൈനസ് 5600 ഡിവൈഡഡ് ബൈ 100 അല്ലേ. രണ്ടിടത്തും 100 പൊതുവായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് 100നെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എഴുതാം. ഇവിടെ നോക്കിയേ, ബാക്കി എന്തായിരുന്നു അവശേഷിച്ചത്? 30x പ്ലസ് 800 ഈക്വൽ ടു 40x മൈനസ് 5600 അല്ലെ. 5600 ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് എക്സിൻ്റെ ടേം എല്ലാം ഒരിടത്തേക്ക് മാറ്റണം, എക്സ് ഇല്ലാത്ത ടേം എല്ലാം ഒരു സൈഡിൽ, അങ്ങനെ 2 സൈഡിലായിട്ട് മാറ്റുക. ഇവിടെ നോക്കിയേ, ഞാൻ 30x ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആകുമ്പം പ്ലസ് 30x ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് 30x ആകും. ഓക്കെ ആണോ? ഇനി മൈനസ് 5600 മൈനസ് 5600 ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആകും അല്ലേ. പ്ലസ് ആകും. നോക്കാം, 800 പ്ലസ് 5600 എന്നാവും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? 40x നിന്ന് 30x പോയി കഴിഞ്ഞാൽ ബാക്കി 10x എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 800 പ്ലസ് 5600 6400 എന്ന് കിട്ടും. 6400. ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽ ടു 6400 ഡിവൈഡ് ബൈ 10 0 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 640 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 640 ആയിരിക്കും. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേ നോക്കിയേ, ഇൻ എ സ്കൂൾ സം സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേസ് ബാഡ്മിൻ്റൺ വൈൽ സം സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, ഈ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളും കുറച്ച് ടീച്ചർമാരും ബാഡ്മിൻ്റൺ കളിക്കുന്നു, കുറച്ച് പേര് എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 4 ബോയ്സും 3 ഗേൾസും, 4 ബോയ്സ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ 3 ഗേൾസ് എന്ത് ചെയ്യുന്നു? ബാഡ്മിൻ്റൺ കളിക്കുന്നു. അടുത്തത് 2 ബോയ്സ് പ്ലേസ് ബാഡ്മിൻ്റൺ. 2 ബോയ്സ് ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ 3 ടീച്ചർ ക്രിക്കറ്റ് കളിക്കുന്നു. അടുത്ത 3 ഗേൾസ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ 4 ടീച്ചർ എന്ത് ചെയ്യുന്നു? ബാഡ്മിൻ്റൺ കളിക്കുന്നു. നമുക്ക് എഴുതി നോക്കാം. ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ അല്ലേ. ഈ പറഞ്ഞതൊന്ന് എഴുതി നോക്കാം. എന്തായാലും നോക്കിയാൽ 4 ബോയ്സ് പ്ലേസ് ക്രിക്കറ്റ്, 4 പേര് എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കുന്നു. 3 ഗേൾസ് എന്ത് ചെയ്യുന്നു? ബാഡ്മിൻ്റൺ കളിക്കുന്നു. ഓക്കെ, ഇനി 2 ബോയ്സ് പ്ലേസ് ബാഡ്മിൻ്റൺ. ഇനി 2 ബോയ്സ് ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ 3 ടീച്ചേഴ്സ് പ്ലേസ് ക്രിക്കറ്റ്. 3 ടീച്ചർമാർ എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കുന്നു. ഇനി അടുത്ത 3 ഗേൾസ് പ്ലേസ് ക്രിക്കറ്റ്. ഇനി 3 ഗേൾസ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ 4 ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ബാഡ്മിൻ്റൺ കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ which sports is played by more number of players and how many players play that game? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ച ഗെയിം ഏതാണ്? ക്രിക്കറ്റ് ആണോ ബാഡ്മിൻ്റൺ ആണോ? എത്ര പേരാണ് അത് കളിച്ചത്? നോക്കിയേ, 4 3 7 3 10. അപ്പം ക്രിക്കറ്റ് കളിച്ചവർ 10 പേരാണെങ്കിൽ ബാഡ്മിൻ്റൺ കളിച്ചവർ എത്ര? 3 പ്ലസ് 2 5, 5 പ്ലസ് 4 9 അല്ലേ. അപ്പോൾ 9 പേരാണ് എന്ത് ചെയ്തത്? ബാഡ്മിൻ്റൺ കളിച്ചത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ച ആരാ? ക്രിക്കറ്റാണ് ഗെയിം കളിച്ചത്. 10 പേരാണ് ക്രിക്കറ്റ് ഗെയിം കളിച്ചത് അല്ലേ. ക്രിക്കറ്റ് 10 പ്ലെയേഴ്സ്. ഓപ്ഷൻ സി. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോഹൻ ബോട്ട് 15 apples for Rs 2 rupees and sold it at 5 for Rs 3 rupee. Find the gain percentage. എന്താ പറഞ്ഞേക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ 15 ആപ്പിൾ 2 രൂപ നിരക്കിൽ വാങ്ങി. 15 ആപ്പിൾ 2 രൂപ നിരക്കിൽ വാങ്ങിയിട്ട് 5 ആപ്പിൾ 3 രൂപ നിരക്കിൽ വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിൻ പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. എന്താ ഇക്വേഷൻസ് ആയത്? നമ്മൾ കച്ചവട കണക്കിനകത്തിൽ നമ്മൾ പഠിച്ചു വെച്ച ഒരു കണക്കാണിത്. നല്ല രീതിയിൽ ചെയ്ത കണക്കാണ്. അതുകൊണ്ട് ആ ഇക്വേഷൻ മാത്രം നമുക്ക് വേഗം പറഞ്ഞു പോകാം. ജസ്റ്റ് ആദ്യം എണ്ണം എഴുതും നമ്മളല്ലേ. എണ്ണം
എണ്ണം എഴുതും, വില എഴുതും, എണ്ണം എഴുതും, വില എഴുതും. ഓക്കെ, ഗെയിൻ പെർസെൻറ്റേജ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാഭം. ഇക്വേഷൻ എന്താ? ഗെയിൻ പെർസെൻറ്റേജിൻ്റെ ലാഭം ബൈ മുടക്കുമുതൽ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഗെയിൻ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് മുടക്കുമുതൽ അറിയില്ല, വാങ്ങിയ വില അറിയില്ല, ലാഭം അറിയില്ല. അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എണ്ണം വില എന്ന് എഴുതുക. നോക്കിയേ, 15 ആപ്പിൾ 2 രൂപ നിരക്കിൽ വാങ്ങി. 5 ആപ്പിൾ 3 രൂപ നിരക്കിൽ എന്ത് ചെയ്തു? വിറ്റു. ഇങ്ങനെ അങ്ങോട്ട് എഴുതി. അതിനുശേഷം 15 + 5 ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 5 × 2 10, 15 × 3 45. ഓക്കെ, ഇവിടെ കിട്ടുന്നത് വാങ്ങിയ വിലയാണ്, ഇവിടെ കിട്ടിയത് വാങ്ങിയ വില. ഇവിടെ കിട്ടുന്നത് വിറ്റ വിലയാണ്, ഇവിടെ കിട്ടിയത് വിറ്റ വില. മനസ്സിലായോ? ഇങ്ങനായിരുന്നു നമ്മൾ എഴുതിയിരുന്നത് അല്ലേ? എണ്ണം വിലയെന്ന് എഴുതിയിട്ട് വില എഴുതിയിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഒരു ഭാഗത്ത് വാങ്ങിയ വിലയും കിട്ടും, ഒരു ഭാഗത്ത് വിറ്റ വിലയും കിട്ടും അല്ലേ? ഇനി എന്താ നമ്മുടെ ഇക്വേഷൻ? ലാഭം ഡിവൈഡ് ബൈ മുടക്കുമുതലാണ്. ലാഭം കിട്ടണമെങ്കിൽ എന്താ? വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കണം. വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. ലാഭം എന്ന് പറയുന്നത് 35 ആണ്. ഇനി അതിനകത്തോട്ട് ഇട്ട് നോക്കിയാൽ 35 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 10 × 100 അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. 350% ആണ് നമ്മുടെ എന്ത്? ലാഭം എന്ന് പറയുന്ന ഓപ്ഷൻ 3. മനസ്സിലായോ? എന്താ? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് എണ്ണം എഴുതി വില എഴുതി അല്ലേ? എന്നിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് ആദ്യം വരുന്നത് വാങ്ങിയ വിലയും രണ്ടാമത് വരുന്ന വിറ്റ വിലയുമാണ്. വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. ലാഭം ഡിവൈഡ് ബൈ മുടക്കുമുതൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ലാഭശതമാനം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. താഴെ കൊടുത്തിരിക്കുന്ന സീരീസിനകത്തിലെ മിസ്സിംഗ് ആയിട്ടുള്ള ടേം ഏതാണ്? താഴെ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ടല്ലേ, 29, 31, 34, 39 മിസ്സിംഗ് ആണ് ഒരു ടേം. അത് കഴിഞ്ഞ് 57 അല്ലേ? അത് കഴിഞ്ഞപ്പം 57. ആ 57 മുമ്പുണ്ടായിരുന്ന ടേം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഈ നമ്പേഴ്സ് തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. 31 നിന്നും ഞാൻ 29 കുറയ്ക്കുന്നു. 39 നിന്ന് 29 കുറയ്ക്കുമ്പോൾ എനിക്ക് 2 എന്ന ആൻസർ കിട്ടി, 2 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത് നോക്കിയേ, 34 നിന്നും തൊട്ടടുത്ത ടേമായ 31 കുറച്ചു, എനിക്ക് 3 എന്ന ആൻസർ കിട്ടി. അടുത്ത 39 നിന്നും 34 കുറയ്ക്കുന്നു, എനിക്ക് ആൻസർ 5 എന്ന് കിട്ടി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? തൊട്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ തമ്മിൽ ഞാനൊന്ന് കുറച്ച് നോക്കി. 31 നിന്ന് 29 കുറച്ചു, 2 കിട്ടി. 34 നിന്നും 31 കുറച്ചു, 3 കിട്ടി. 39 നിന്നും 34 കുറയ്ക്കുന്നു, എനിക്ക് 5 എന്ന് കിട്ടി അല്ലേ? എന്താ ഈ തന്നേക്കുന്ന നമ്പേഴ്സിൻ്റെ അർത്ഥം എന്താ? 2, 3, 5 ഇതൊക്കെ ഏത് നമ്പേഴ്സാണ്? പ്രൈം നമ്പേഴ്സ് ആണല്ലേ? പ്രൈം നമ്പേഴ്സ്. എന്താ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈം നമ്പേഴ്സ് ഈ നമ്പറിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഈ നമ്പറും 1ഉം മാത്രമായിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിച്ചത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2, 3, 5 അടുത്ത പ്രൈം നമ്പർ ഏതാ? 7 ആണ്. അടുത്ത പ്രൈം നമ്പർ എന്താണ്? 7 ആണ്. എന്ന് വെച്ചാൽ 39 ഈ നമ്പറിൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 39 കിട്ടും. നമുക്ക് മിസ്സിംഗ് ആയ നമ്പറിൽ നിന്നും 7 കുറച്ചാൽ 39 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, 39നോട് 7 കൂട്ടിയാൽ നമുക്ക് ആ നമ്പർ കിട്ടും. 39നോട് 7 കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ നമ്പർ കിട്ടും. 39നോട് 7 കൂട്ടിയാൽ 46. ഓക്കെ ആണോ പറഞ്ഞത്? 39നോട് 7 കൂട്ടിയാൽ 46. നോക്കിയേ, 29 നമ്മുടെ നമ്പർ ഏതൊക്കെ? 29, 31, 34, 39 അല്ലേ? എന്താ 29നോട് 2 കൂട്ടിയപ്പോൾ നമുക്ക് 31 കിട്ടി. 31നോട് 3 കൂട്ടിയപ്പോൾ 34 കിട്ടി. 34നോട് 5 കൂട്ടിയപ്പോൾ 39 കിട്ടി. അങ്ങനെയാണെങ്കിൽ 39നോട് അടുത്ത പ്രൈം നമ്പറായ 7 കൂട്ടിയാൽ നമുക്ക് 46 കിട്ടും. ഈ 46നോട് അടുത്ത പ്രൈം നമ്പറായ 11 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 57 എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 46 നമ്മുടെ മിസ്സിംഗ് നമ്പർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇതെല്ലാം പ്രൈം നമ്പേഴ്സാണ്. അടുത്ത നോക്കിയേ, x + y = 65 ആൻഡ് x² - y² = 390. ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x - y? എന്താ പറഞ്ഞിരിക്കുന്നത്? x + y എന്ന് പറയുന്നത് 65 ആണ്. x² - y² എന്ന് പറയുന്നത് 390 ആണ്. ദെൻ ദ വാല്യൂ ഓഫ്
then what will be the value of x minus y? x minus yയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എഴുതാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനി വാല്യൂ ഇട്ട് നോക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 390 ആണ് അല്ലേ. 390 ഈക്വൽ ടു എക്സ് മൈനസ് വൈ നമുക്കറിയില്ല, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 65 അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് വൈ ആണ്. അതുകൊണ്ട് കൂടെ ഗുണിച്ചിരിക്കുന്ന 65 എന്ത് ചെയ്യും? ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. 390 ഡിവൈഡഡ് ബൈ 65. 390 ഡിവൈഡ് ബൈ 65. ആൻസർ എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ആൻസർ 6 ഈക്വൽ ടു 6. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൻ ലാംഗ്വേജ് റാറ്റ് ഈസ് കോഡഡ് ആസ് സ്റ്റാർ, ദെൻ ഹൗ സ്റ്റാർ ഈസ് കോഡഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ്? എന്താ പറഞ്ഞേക്കുന്നത്? റാറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞു. റാറ്റ് എന്ന് പറഞ്ഞതിനെ, റാറ്റ് എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ടാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റാർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റാറ്റ് എന്നുള്ളതിനെ ടാർ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത് നോക്കിയേ. തിരിച്ച് റാറ്റ് എന്നുള്ളതിനെ തിരിച്ച് എഴുതിയേക്കോ അവർ. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് TAR കണ്ടോ? റാറ്റ് എന്ന് അങ്ങോട്ട് എഴുതിയതിന് പകരം അവർ തിരിച്ചെഴുതു TAR. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ എന്നുള്ളതിനെ നമ്മൾ തിരിച്ചെഴുതുക. R ആദ്യം വരും, അതിനുശേഷം A വരും, അതിനുശേഷം T വരും, അതിനുശേഷം S വരും. നോക്കിയാൽ റാറ്റ്സ് കണ്ടോ? ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 2 person P and Q together can complete a task is 12 days, P alone can completely it in 48 days, then in how much time Q alone can complete this task? ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ടോപ്പിക്കിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ പറഞ്ഞേക്കുന്നത്? പിയും ക്യൂവും കൂടെ ഒരു ജോലി ചെയ്യുന്നു. ആ ജോലി പിയും ക്യൂവും കൂടെ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പി മാത്രമായിട്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 48 ദിവസം എടുക്കും. 48 ദിവസം. അങ്ങനെയാണെങ്കിൽ ക്യൂ മാത്രമായിട്ട് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും? എന്താ പറഞ്ഞേക്കുന്നത്? പിയും ക്യൂവും കൂടെ ആ ജോലി ചെയ്താൽ 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പി മാത്രമായിട്ടാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്യൂ മാത്രമായിട്ട് ആ ജോലി ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇതിൻ്റെ 2 രീതിയും നമ്മൾ ചെയ്യുന്നത്, ഇക്വേഷൻ വെച്ച് പഠിച്ച് ചെയ്യുന്നതും ഇക്വേഷൻ മറന്നുപോയാൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ വർക്ക് ആൻഡ് ടൈം എന്ന ടോപ്പിക്കിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് എളുപ്പം കിട്ടാൻ വേണ്ടി ആ ഇക്വേഷൻ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ആൻഡ് ടൈമിനകത്ത് കിടപ്പുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? XY ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലിയും തന്നിട്ടുണ്ട്. അതിലൊരാൾ ചെയ്താൽ തീരാവുന്ന ജോലിയും തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് XY ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. XY എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 12. ഇതിലേതെങ്കിലും ഒന്നിനെ എക്സ് എന്ന് എടുക്കുക, മറ്റേനെ വൈ എന്ന് എടുക്കുക. അതായത് 12 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതണം അല്ലേ. അതുകൊണ്ട് നമ്മൾ വലിയ നമ്പർ ആദ്യം എടുക്കുന്നു, 48 മൈനസ് 12. ഓക്കെ, ഇനി 12 ഇൻറ്റു 48 അതേപോലെ ഇടുന്നു. ഡിവൈഡഡ് ബൈ 48 നിന്നും 12 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 6, 3, 36 എന്ന് കിട്ടും. ഓക്കെ, ഇനി 36 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 12 എന്ന് കിട്ടും. 48 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 16 എന്ന് കിട്ടും. ഓക്കെ, 16 എന്ന് കിട്ടും. 12ഉം 12ഉം ക്യാൻസലായി പോകുന്നു. ബാക്കി ആൻസർ 16 ദിവസം എന്ന് കിട്ടി. ക്യൂ അന്നേരം എത്ര ദിവസം കൊണ്ട് ചെയ്യും ആ ജോലി? 16 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഇക്വേഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. XY ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ. അതിൻ്റെ കൂടെ ഡീറ്റെയിൽ ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന വീഡിയോ കാണേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് സെറ്റിംഗ് ഈസ് കോഡഡ് ആസ് TGW XNTN, ഹൗ വിൽ സർട്ടൻ ബി കോഡഡ് ഇൻ ദ സെയിം ലാംഗ്വേജ്? ഓക്കെ, സെറ്റിങ്ങിനെ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതി നോക്കുക. സെറ്റിങ്ങിനെ എങ്ങനെ എഴുതിയേക്കുന്നു? TGW XNTN എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർട്ടേനെ എങ്ങനെ എഴുതാം? SERTAIN, സർട്ടേനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ABCD അങ്ങ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങ് ABCD അങ്ങ് എഴുതുക. ABCD നമ്മൾ നേരത്തെ എഴുതി. നീ നോക്കിയേ, എസും ടിയും തമ്മിലുള്ള
ബന്ധം എന്താണ്? എസ് ടി നോക്കി, എസ് ടി ഏറ്റവും അടുത്ത് നടക്കുന്ന ആളല്ലേ, എസ്സിനോട് ചേർന്ന് നടക്കുന്ന ആളാണ് ടി, എസ്സിനോട് ചേർന്ന് നടക്കുന്ന ആൾ, അതുകൊണ്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം. നോക്കിയേ എസ് കഴിഞ്ഞുള്ള ആളാണ് അല്ലേ, അതുകൊണ്ട് എസ് കഴിഞ്ഞുള്ള ആൾ, അതുകൊണ്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇനി ഇയും ജിയും നോക്കിയേ, ഇയും ജിയും എന്താ വ്യത്യാസം? ഒരാളെ ഒഴിവാക്കി, എഫ് എന്ന് പറയുന്ന ഒരാളെ ഒഴിവാക്കിയിട്ടാണ് അടുത്ത ആളെ എടുത്തത് അല്ലേ, അതുകൊണ്ട് നമുക്കിവിടെ +1 എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരാൾ അധികം കഴിഞ്ഞിട്ട്. അടുത്ത് നോക്കിയേ ടി ഡബ്ല്യു അല്ലേ, ടി ഡബ്ല്യു എന്തായിരിക്കും? ടി ഡബ്ല്യു നോക്കിയേ, ടി ഡബ്ല്യു എന്താ വ്യത്യാസം നോക്കിയേ, ടി കഴിഞ്ഞിട്ട് 2 പേരെ ഒഴിവാക്കി അല്ലേ, 2 പേരെ ഒഴിവാക്കിയിട്ട് ഡബ്ല്യു എടുത്തു, 2 പേരെ ഒഴിവാക്കി, കണ്ടോ? അടുത്ത ടി എക്സ്, വീണ്ടും ടി കിടക്കുന്നു, അത് കഴിഞ്ഞ് 3 പേരെ ഒഴിവാക്കിയിട്ട് എക്സ് എടുത്തു അല്ലേ, 3 പേരെ ഒഴിവാക്കിയിട്ട് എക്സ് എടുത്തു. അടുത്ത ഐ നോക്കിയേ, ഐ കഴിഞ്ഞിട്ട് 4 പേരെ ഒഴിവാക്കിയിട്ട് എൻ എടുത്തു, 4 പേരെ ഒഴിവാക്കിയിട്ട് എൻ എടുത്തു, +4 എന്ന് കൊടുക്കാം. അടുത്ത എൻ കഴിഞ്ഞിട്ട് നോക്കിയേ 5 പേരെ ഒഴിവാക്കിയിട്ട് ടി എടുത്തു, 5 പേരെ ഒഴിവാക്കിയിട്ട് ടി എടുത്തു. അടുത്ത എന്തായിരിക്കും? 6 പേരെ ഒഴിവാക്കി കാണും അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൽ നിന്നും എസ്സിൽ നിന്നും തൊട്ടടുത്ത ആൾ, അങ്ങനെയാണെങ്കിൽ സിയുടെ തൊട്ടടുത്ത ആൾ. അപ്പോൾ ഇതിൻ്റെ കോഡ് പറയാൻ നേരത്തെ എങ്ങനെ പറയും നമ്മൾ? സിയുടെ തൊട്ടടുത്ത ആൾ ആരാ? ഡി. ഒന്നാമത്തെ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ 2 ഓപ്ഷനിൽ നിന്ന് 2 പേരെ നമുക്ക് വെട്ടിക്കളയാം. ഇനി നോക്കിയേ ഈ കഴിഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അല്ലേ, ഈ കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞിട്ട് എടുത്തു ജി, നമുക്ക് രണ്ടാമത്തെ ആൻസർ ആണെന്ന് കിട്ടി, ഓപ്ഷൻ 2 ആണെന്ന് നമുക്ക് ഇപ്പോഴേ കിട്ടി. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 കഴിഞ്ഞിട്ട് 3 പേര് കഴിയും, 6 കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞിട്ട് യു എടുക്കും അല്ലേ, 2 പേരെ കഴിഞ്ഞിട്ട് നമ്മൾ ആരെ എടുക്കും? യു എടുക്കും. ടി കഴിഞ്ഞിട്ട് 3 പേരെ കഴിയും അല്ലേ, ടി കഴിഞ്ഞ് 3 പേരെ കഴിഞ്ഞിട്ട് ആരെ എടുക്കും? എക്സ് എടുക്കും. അടുത്ത എ കഴിഞ്ഞിട്ട് 4 പേരെ കഴിഞ്ഞിട്ട് ആരെ എടുക്കും? എഫ് എടുക്കും, എഫ്. കണ്ടോ? ഐ കഴിഞ്ഞിട്ട് 5 പേരെ കഴിയുമല്ലേ, 5 പേരെ കഴിഞ്ഞിട്ട് നമ്മൾ ആരെടുക്കും? ഒ എടുക്കും, ഒ. അടുത്ത എൻ കഴിഞ്ഞിട്ട് 6 പേരെ കഴിഞ്ഞിട്ട് നമ്മൾ ആരെടുക്കും? യു എടുക്കും, യു. കണ്ടോ? കറക്റ്റ് അല്ലേ? നമുക്ക് കിട്ടിയ ഓപ്ഷൻ അതല്ലേ. അപ്പോൾ നമ്മൾ മുഴുവൻ ചെയ്യേണ്ട, ഓപ്ഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നിടം വരെ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ദ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ 10 സെൻറ്റിമീറ്റർ, ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. എന്താ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. ഇതിനെയാണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ √3a²/4, √3a²/4. അതിനകത്തിലേക്ക് വാല്യൂ ഇട്ട് നോക്കിയേ, √3 × a² എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയർ അല്ലേ, 10ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 10 × 10 /4 അല്ലേ. നമുക്കത് 10ഉം 4ഉം ആയിട്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടാം. ഇവിടെ 2 കിട്ടും, ഇവിടെ 5 കിട്ടും അല്ലേ. വീണ്ടും നമുക്ക് ഈ 2ഉം 10ഉം കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടും, താഴെ 0 കിട്ടും. 5 × 5 25. ആൻസർ എത്ര കിട്ടും നമുക്ക്? 25√3. ഓക്കെ ആണോ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ഡയറക്ഷൻ. സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ഈ ഇൻഫർമേഷൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇതേ നോക്കി, നീറ്റ് ആൻഡ് ക്ലീൻ ഞാൻ എങ്ങനെ എഴുതി? നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിയേ, നീറ്റ് ആൻഡ് ക്ലീൻ എങ്ങനെ എഴുതി ഞാൻ? #, വരച്ചു, ദെൻ അത് കഴിഞ്ഞൊരു @ അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇത് നേരെ അല്ലേ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നീറ്റ് ഈസ് ഗുഡ്. അതിനെ ഞാൻ എങ്ങനെ എഴുതി? ഒരു പൈസയുടെ ഒരു ചിഹ്നം, ഒരു @ ഒരു പെർസെൻറ്റേജ് അല്ലേ. ഇവിടെ നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് ഈസ് ഗുഡ് അല്ലേ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് വിഡ് ബി ദ പോസിബിൾ കോഡ് ഓഫ് നീറ്റ്? നീറ്റിൻ്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ 2 വാക്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് ഈസ് ഗുഡ്. ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ടുള്ള വാക്കെന്ന് പറയുന്നത് നീറ്റ് എന്നുള്ളതാണ്. രണ്ടിടത്തും പൊതുവായിട്ടുള്ള വാക്ക് നീറ്റ് എന്നുള്ളതാണ്. അതായത് ഈ 2 കോഡിനകത്ത് ഈ പൊതുവായിട്ടുള്ള കോഡായിരിക്കും നീറ്റിൻ്റെത്. 2 കോഡിനകത്തിലും പൊതുവായിട്ടുള്ള കോഡ് ഏതാ? അതേ ഈ @ എന്ന് പറയുന്ന കോഡ്. ഇതിൻ്റെ അർത്ഥമായിരിക്കും നീറ്റ് എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താ? 2 വാക്കിലും പൊതുവായിട്ട് ഒരു വാക്കേ ഉള്ളൂ നീറ്റ്. 2 വാക്കിലും അല്ലെങ്കിൽ 2 സെൻറ്റൻസിലും പൊതുവായിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് നീറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തന്നേക്കുന്ന കോഡിനകത്ത് പൊതുവായിട്ട് വരുന്നത് നീറ്റിൻ്റെ കോഡായിരിക്കും, അതായത് ഓപ്ഷൻ 4. മനസ്സിലായോ പറഞ്ഞത്? അടുത്ത് നോക്കിയേ, ഇഫ് ദ റൈറ്റ് ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 44 സെൻറ്റിമീറ്റർ ഈസ് ടേൺഡ് ഇൻ എ സർക്കിൾ വിത്ത് സെയിം സർക്കംഫറൻസ്, ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഫോംഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ കണ്ടോ. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 44 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? 4a അല്ലേ. 4a ആണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 44 തന്നിട്ടുണ്ട്, നമുക്ക് പെരിമീറ്റർ ഒന്നും കണ്ടുപിടിക്കണം. 44
44 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ വളച്ചിട്ട് എന്താക്കി ഒരു വൃത്തമാക്കിയാൽ ഇതിനെ വളച്ചൊരു വൃത്തമാക്കിയാൽ അതിൻ്റെയും പെരിമീറ്റർ എന്തായിരിക്കും 44 തന്നെ ആയിരിക്കും അല്ലേ. അതിൻ്റെയും പെരിമീറ്റർ എത്രയായിരിക്കും 44 എന്ന് വെച്ചാൽ ഈ സ്ക്വയറിനകത്ത് നമ്മൾ പുതുതായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് കളയുന്നില്ല. അതിനെ വളച്ച് നമ്മൾ എന്താക്കി സ്ക്വയർ സർക്കിളാക്കി. അതായത് ഇതിൻ്റെ പെരിമീറ്ററും എന്തായിരിക്കും 44 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. πr സ്ക്വയർ, പൈയുടെ വാല്യൂ നമുക്കറിയാം 22/7 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്കറിയില്ല, ആറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അവർ ഹിൻഡ് തന്നത് എന്താ പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 44 ആണ് പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr. 2πr എന്ന് പറയുന്നത് 44 ആണ്. 2πr എന്ന് പറയുന്നത് 44. നമുക്ക് ഇതിനകത്തിൽ നിന്ന് ആറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് r ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 2π ആറിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുക. ആ 2ഉം പൈയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അന്നേരം അതെന്താവും? ഡിവിഷൻ ആകും. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു പൈയുടെ വാല്യൂ എത്ര? 22/7. ഓക്കെ, 2ഉം 44ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 22 എന്ന് കിട്ടും അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? 22/7 അല്ലേ. അതിന് ഈ 22/7 നമ്മൾ എന്ത് ചെയ്യുന്നു? മേളിൽ കൊണ്ടുവരുമ്പോൾ എന്താവും? അത് 7/22 എന്നാവും. 22ഉം ക്യാൻസൽ ആയിട്ട് ആൻസർ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. എന്നാൽ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് കിട്ടി? 7 എന്ന് കിട്ടി. അത് നമുക്ക് ഈ ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഏരിയയുടെ ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 7 ആണ്. അതായത് 7ൻ്റെ സ്ക്വയർ അല്ലേ. 7ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 7 × 7. ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 7ഉം കൂടെ ഒരു 7ഉം അതിൻ്റെ 7ഉം കൂടെ ക്യാൻസൽ ചെയ്തു. 22 × 7 എത്ര കിട്ടും നമുക്ക്? 22 × 7 നമുക്ക് ആൻസർ കിട്ടും 154 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? എന്താ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം തന്നത്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, അത് വളച്ച് സർക്കിൾ ആക്കി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്കിവിടെ പെരിമീറ്ററുകൾ വ്യത്യാസമില്ല. എന്നിട്ട് പറയുന്നത് ആ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ πr സ്ക്വയർ ആണ്. 6 കിട്ടിയാൽ മാത്രമേ നമുക്ക് റേഡിയസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഈ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. 2πr ഈക്വൽ ടു 45. അതിൽ നിന്നും 6 നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ 6ൻ്റെ വാല്യൂ ഏരിയക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The ratio of the angles in a quadrilateral are in ratio 2:6:4:8. Find the value of the smallest angle. എന്താ പറഞ്ഞത്? ഒരു ക്വാഡ്രിലാറ്ററലിനകത്തിലെ ആംഗിൾസിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതിനകത്തിലെ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണെന്നാണ് ചോദ്യം. ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡുള്ള ഏത് രൂപത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. 4 സൈഡുള്ള ഏത് രൂപത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും അല്ലേ. ഇതിനകത്തിലെ അകത്തെ ആംഗിളിൻ്റെ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ ആംഗിളിൻ്റെ റേഷ്യോ 2:6:4:8. നമ്മളിതൊക്കെ ഏതിനകത്ത് പഠിച്ചു? അംശബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കിനകത്ത് വ്യക്തമായിട്ട് പഠിച്ചതാണ്. ആ ടോപ്പിക്ക് കാണാത്തവർ ആ ടോപ്പിക്ക് കാണുക. അംശബന്ധം, അനുപാതം. ഓക്കെ, നോക്കിയേ. ഇതിനകത്തിൽ 4 ആംഗിൾസ് ഉണ്ടല്ലേ. ഈ 4 ആംഗിളും കൂടെ കൂട്ടുന്നത് എത്രയാണ്? ഒരു ക്വാഡ്രിലാറ്ററലിനകത്തിലെ 4 ആംഗിളും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും കൂട്ടുന്നത്? 4 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്താ? ഇൻറ്റേർണൽ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് n-2 × 180. n എന്ന് പറയുന്നത് ഇവിടെ 4 സൈഡ് ഉള്ളതുകൊണ്ട് n എന്ന് പറയുന്ന സൈഡിൻ്റെ എണ്ണമാണ്. 4 - 2 2 × 180 നമുക്ക് 360 എന്ന് കിട്ടും അല്ലേ. 360 ആണ് ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ്. ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. n-2 × 180 എന്നുള്ളതാണ് ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ് 180. എന്ന് വെച്ചാൽ ഇത് 4 ആംഗിളും കൂടെ കൂട്ടുന്നത് നമുക്ക് 360 എന്ന് കിട്ടും. 4 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 കിട്ടും. ഇവിടുത്തെ റേഷ്യോ ഏതാ? 2:6:4:8 എന്നുള്ളതാണ്. റേഷ്യോയ്ക്കകത്തിലെ ഏറ്റവും ചെറിയ റേഷ്യോ എടുക്കണം. അതാണ് 2 അല്ലേ. സ്മോളസ്റ്റ് ആംഗിൾ അല്ലേ. ചെറിയ ആംഗിളാണ് കാണേണ്ടതെങ്കിൽ ചെറിയ റേഷ്യോ എടുക്കണം. വലിയ ആംഗിളാണ് കാണേണ്ടതെങ്കിൽ വലിയ റേഷ്യോ എടുക്കണം. ഓക്കെ, ചെറിയ ആംഗിളാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ റേഷ്യോ 2 എടുത്തു. എന്ന് വെച്ചാൽ 360 ഇൻറ്റു ചെറിയ റേഷ്യോ ആയ 2 എടുത്തു. ഇനി ഡിവൈഡഡ് ബൈ ഈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടുക. 6 + 2 8, 8 + 4 12, 12 + 8 20. ആൻസർ 20 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, എന്താ നമ്മൾ എപ്പോഴും പറയാം അംശബന്ധം എന്ന് പറഞ്ഞാൽ അംശബന്ധം തന്നിട്ടുള്ള അംശബന്ധം എല്ലാം കൂട്ടുക അല്ലേ. 2/20 ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. 6/20
4/20, 8/20 ഇങ്ങനെയാണ് ഇതിനെ കട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അംശബന്ധമാണ് നമ്മൾ 2:6:4:8 എന്ന് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ ആംഗിൾ കാണണമെങ്കിൽ ചെറിയ റേഷ്യോ എടുക്കുക. ചെറിയ റേഷ്യോ എടുത്തിട്ട് ചെയ്യുക. ഇതേ 2ഉം 0ഉം കൂടെ ക്യാൻസൽ ചെയ്തു, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ആൻസർ നമുക്ക് 36 എന്ന് കിട്ടി. ഓപ്ഷൻ 2. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? അപ്പോൾ ഇതോടുകൂടി ആദ്യത്തെ 50-നകത്തിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത 50 എണ്ണത്തിനകത്തിലെ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ.